നമസ്കാരം, എല്ലാവർക്കും PSC എക്സാം ക്രാക്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ ചില ചോദ്യങ്ങളാണ്. നമുക്കാദ്യം ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചതാര്? ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ദേശീയഗീതം രചിച്ചതാര്? ഇവിടെ നമ്മൾ ദേശീയ ഗീതവും ദേശീയ ഗാനവും കൺഫ്യൂസ് ആയി പോകരുത്. ദേശീയ ഗീതമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി ബാങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ഡി കബീർദാസ്. ഉത്തരം ഓപ്ഷൻ സി ബാങ്കിം ചന്ദ്ര ചാറ്റർജി. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹം ഒരു ഇന്ത്യൻ കവി മാത്രമല്ലായിരുന്നു, ഒരു പത്രപ്രവർത്തകനും കൂടിയായിരുന്നു. അനന്തമഠത്തിൽ വെച്ചാണ് വന്ദേ മാതരം എന്ന കവിത രചിച്ചത്. 1982 പുറത്തു വന്ന അനന്തമഠം എന്ന പുസ്തകത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 24 വന്ദേ മാതരം ദേശീയഗീതമായി അംഗീകരിക്കപ്പെട്ടത്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനുകളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ആദ്യമായി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സമയപരിമിതി ഉള്ളതുകൊണ്ടും വീഡിയോ ദൈർഘ്യം കണക്കിലെടുത്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തും മറ്റ് പുസ്തകങ്ങൾ റെഫർ ചെയ്തും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി രവീന്ദ്രനാഥ് ടാഗോർ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹമാണ് ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചത്. അടുത്തതായി കബീർദാസ്. ഉത്തർപ്രദേശിലെ വാരാണസി നഗരത്തിലാണ് കബീർദാസ് ജനിച്ചത്. ഇന്ത്യയിലെ ഒരു മഹാനായ സന്യാസിയും അതേസമയം ഒരു കവിയുമായിരുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ 50 സെക്കൻഡ്, ഓപ്ഷൻ ബി 52 സെക്കൻഡ്, ഓപ്ഷൻ സി 54 സെക്കൻഡ്, ഓപ്ഷൻ ഡി 56 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി 52 സെക്കൻഡ്. ദേശീയഗാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രചിച്ചിരുന്നത്. ദേശീയഗാനത്തിന്റെ ഹ്രസ്വരൂപത്തിന് എത്ര സമയമെടുത്ത് ആലപിക്കാൻ കഴിയും? 20 സെക്കൻഡ് ദൈർഘ്യമാണ് ഹ്രസ്വരൂപത്തിൽ ആലപിക്കാൻ എടുക്കുന്ന സമയം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 ഒരു കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന ഒഫീഷ്യൽ ഡ്യൂറേഷൻ അപ്രോക്സിമേറ്റ്ലി 66 സെക്കൻഡാണ്. അതായത് 1 മിനിറ്റും 6 സെക്കൻഡും ദൈർഘ്യമാണ് ആലപിക്കാൻ എടുക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമാറ്റീവ് കോണ്ടന്റ് ഉള്ള വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻസും പഠിക്കണം. അതും ഉത്തരം തമ്മിലുള്ള ബന്ധവും വ്യത്യാസം എന്തെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.